ഫ്യൂച്ചറിൽ ഒരു കുട്ടി ഉണ്ടാകാൻ 10 മാസമൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്ക് ഇഷ്ടമുള്ള കുഞ്ഞിനെ തിരഞ്ഞെടുത്തു വരാം. അതിനുവേണ്ടി ഹീറോയും ഹീറോയിനും സൂപ്പർ മാർക്കറ്റിലേക്ക് വരും. അവിടെ ഒരു കുഞ്ഞിനെ ഹീറോയിന് ഭയങ്കര ഇഷ്ടമാകും. ആ കുഞ്ഞിനെ എടുത്ത് ബില്ല് ചെയ്യാൻ വരുമ്പോൾ ഹീറോയിന്റെ മനസ്സ് മാറും. തന്റെ സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹം അവൾക്ക് വരും. അങ്ങനെ അവിടെ വേറെ ഒരു ടെക്നോളജി ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ രക്തത്തിലുള്ള കുഞ്ഞിനെ പ്രസവിക്കാം. പക്ഷെ അതിനുവേണ്ടി 10 മാസം വയറ്റിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുവേണ്ടി ഒരു പോഡ് ഉപയോഗിക്കാം. അങ്ങനെ കുഞ്ഞിന് വേണ്ടിയുള്ള പ്രോസസ് തുടങ്ങും. അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ കുഞ്ഞിന്റെ വളർച്ച അവർക്ക് കാണാം. പക്ഷെ അവസാന കുറച്ച് മാസം ഈ പോഡ് ആ ഹോസ്പിറ്റലിൽ വേണം വെക്കേണ്ടത് എന്ന് പറയും. അത് പോരാഞ്ഞിട്ട് റിസർച്ച് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ 7 മാസത്തിൽ തന്നെ പുറത്തേക്ക് എടുക്കുമെന്നും പറയും. ഇത് കേട്ട് ഹീറോയ്ക്കും ഹീറോയിനും ടെൻഷനായി ആ പോഡ് എടുത്ത് ആരും അറിയാതെ അവർ വേറെ ഒരു നാട്ടിൽ പോയി താമസിക്കാൻ തുടങ്ങും. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഇപ്പോ 10 മാസമായി. ആ പോഡിനുള്ളിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കും. ഇതാണ് ഡെലിവറി ടൈം. പക്ഷെ ആ പോഡ് എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് ഹീറോയ്ക്കും ഹീറോയിനും അറിയില്ല. ഹീറോ ഒരു വിധത്തിൽ ആ പോഡ് പൊട്ടിച്ച് കുഞ്ഞിനെ വെളിയിലെടുക്കും. ഇങ്ങനെ ഒരു ടെക്നോളജി ഫ്യൂച്ചറിൽ വരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കമന്റ് ചെയ്യുക. കഥ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.